കൊല്ലത്ത് ഇഞ്ചോടിഞ്ച് മത്സരം നടക്കുന്നു എന്ന പ്രതീതിയാണ് പുറത്തുള്ളത്. കൊല്ലത്ത് എം മുകേഷിന് പകരം എസ് ജയമോഹൻ LDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുമ്പോൾ ബിന്ദു കൃഷ്ണ കൊല്ലം പിടിച്ചേ തീരൂ എന്ന വാശിയിൽ അവിടെ മത്സരിക്കുമ്പോൾ ഡോക്ടർ പ്രതാപ് കുമാർ NDA സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു. വളരെ ആവേശകരമായ ഒരു മത്സരമാണ് കൊല്ലത്ത്. തീർച്ചയായിട്ടും ഏതാണ്ട് കുറെ നാളായി പല ടേമുകളിലായിട്ട് കൊല്ലം മണ്ഡലം CPM-ന്റെ കയ്യിലാണ്. ആ കൊല്ലത്ത് എത്രയും വലിയ ഒരു മത്സരം നടക്കുന്നുണ്ട് എന്നുള്ളതാണ് അറിയാനുള്ളത്. പ്രത്യേകിച്ചും 2 ടേമായിട്ട് അവിടെ എം മുകേഷാണ് മണ്ഡലത്തിൽ പ്രതിനിധീകരിച്ച് ഇപ്പോൾ MLA ആയിട്ടുള്ളത്. എം മുകേഷ് മത്സരരംഗത്ത് നിന്ന് മാറി നിൽക്കുന്ന സാഹചര്യമുണ്ട്. കഴിഞ്ഞ തവണ വളരെ ചെറിയ മാർജിനിലാണ് വിജയിച്ചത്. അപ്പൊ ഇത്തവണ ഭാഗ്യങ്ങൾ തിരിഞ്ഞ് ബിന്ദു കൃഷ്ണയ്ക്കൊപ്പം വരുമോ? വരട്ടെ, കൊല്ലം ഓൺ സ്ക്രീൻ. കൊല്ലത്തെന്ത് UDF പിടിക്കും. 43.84 ബിന്ദു കൃഷ്ണ, 39.20 എസ് ജയമോഹൻ നേടാൻ കഴിയുന്നത്. 16.96 ഹെൽത്തി മാർജിൻ അവിടെ NDAക്കുണ്ട്. 4.64 അതിൽ ഉറപ്പിക്കാമോ? ബിന്ദു കൃഷ്ണ ജയിക്കാനുള്ള സാധ്യതയാണ് നിലവിൽ ഇപ്പോൾ വരെയും സൂചിപ്പിച്ചാൽ ഉള്ളത്. കാരണം നമ്മുടെ സർവേ സമയത്ത് ബിന്ദു കൃഷ്ണയ്ക്ക് സ്ത്രീകൾക്കിടയിൽ വലിയ പിന്തുണ. അവർ കഴിഞ്ഞ തവണ മത്സരിച്ചതിൻ്റെ സഹതാപം കുറേ നാളുകളായി മത്സരിക്കുന്നു. ആറ്റിങ്ങൽ പാർലമെന്റ്, ചാത്തന്നൂർ, കൊല്ലം തുടർച്ചയായുള്ള പരാജയത്തിലുള്ള അവർക്ക് സഹതാപം ഉണ്ട് അവിടെ വോട്ടർമാർക്കിടയിൽ. പിന്നെ ആ മണ്ഡലത്തിൽ കഴിഞ്ഞ 5 വർഷക്കാലം ഒരു പാരലൽ MLA പോലെ എല്ലാ മരണ വീടുകളിലും കല്യാണ വീടുകളിലും സജീവമായിരുന്നു. ആ മണ്ഡലത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്തു. അപ്പോൾ ഒരു പുതിയ സ്ഥാനാർത്ഥി വന്നു LDFന് അവിടെ. മുകേഷിനോടുള്ള എതിർവികാരം നമ്മുടെ സർവേയിലെ മോശം MLA-മാരിൽ ഒരാളായിരുന്നു മുകേഷ്. അതിനേക്കാൾ ഉപരി ബിന്ദു കൃഷ്ണയുടെ താല്പര്യം വോട്ടർമാർക്കിടയിൽ, സ്ത്രീ വോട്ടർമാർക്കിടയിൽ, ആളുകൾക്കിടയിലും അവർ ഇത്തവണ ജയിക്കട്ടെ എന്ന് സാമ്പിൾ ശേഖരിക്കുന്ന സമയത്ത് ആളുകൾ പ്രതികരിക്കുന്നവരുണ്ട്. രാഷ്ട്രീയപരമായി ആ മത്സരം നീങ്ങുകയാണെങ്കിൽ, മുമ്പോട്ട് കുറച്ചുകൂടി പൊളിറ്റിക്കലി മത്സരം നീങ്ങിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ LDFന് ഒരു ബാലികേറാമല എന്ന് പറയാൻ പറ്റില്ല. എസ് ജയമോഹൻ കൊല്ലത്ത് ഒരു പ്രധാനപ്പെട്ട നേതാവാണ്, CPM-ന്റെ നേതാവാണ്. ഈ കശുവണ്ടി മേഖലയുമായി ബന്ധപ്പെട്ട് ഈ കാപ്പക്സ് ചെയർമാനായിരുന്നു. അങ്ങനെയൊക്കെയുള്ള എല്ലാ ബന്ധങ്ങളും ഉണ്ടായിട്ടും ബിന്ദു കൃഷ്ണയ്ക്ക് കൊല്ലം മണ്ഡലത്തിൽ ഈ ഒരു എങ്ങനെയാണ് ഈ ലീഡ് നിലനിർത്താൻ കഴിയുന്നത്, അല്ലെങ്കിൽ ലീഡ് നേടാൻ കഴിയുന്നത്? മുകേഷിന് പോകാൻ കഴിയാത്ത വീടുകളിൽ അല്ലെ പരിപാടികളിൽ ബിന്ദു കൃഷ്ണയുടെ പ്രസൻസ് ഉണ്ടായിരുന്നു. വോട്ടർമാർ നമ്മൾ സൂചിപ്പിച്ചൊരു കാര്യമാണ്. മുകേഷ് കുറച്ച് തിരക്കുള്ള MLA എന്ന രീതിയിൽ അദ്ദേഹം വന്നില്ലെങ്കിൽ മുകേഷ് പാർട്ട് ടൈം MLA ആയതാണ് ബിന്ദു കൃഷ്ണയെ സഹായിക്കുന്നത്. അഡ്വാൻറ്റേജ്. അപ്പൊ ആ ആളുകൾ കമ്പയർ ചെയ്യുമ്പോൾ സിറ്റിംഗ് MLA ഇല്ല, പക്ഷേ പരാജയപ്പെട്ട MLA ഉണ്ട് ഇവിടെ. അവരുടെ സാന്നിധ്യം തന്നെയാണ്. ഹാർഡ് വർക്ക് പേസ് എന്തായാലും ആ നിലയ്ക്ക് ബിന്ദു കൃഷ്ണയ്ക്ക് സന്തോഷിക്കാം. ബിന്ദു കൃഷ്ണയ്ക്ക് അഡ്വാൻറ്റേജ് എന്നാണ് കോർ പ്രൊജക്ട് ചെയ്യുന്നത്.